മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹവോൾഡാറിയോ എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു നായികയായി എത്തിയ ഹവോൾഡാറിയോ എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയിരുന്നു. പിന്നീട് ദിലീപിനെതിരെ വലിയ ആരോപണങ്ങൾ വരികയും നടി ആക്രമിച്ച കേസിൽ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെയും മൗനമായി കണ്ടു നിൽക്കുകയാണ് മഞ്ജു വാര്യർ. മകളായ മീനാക്ഷി ആകട്ടെ അച്ഛനായ ദിലീപിനൊപ്പമാണ്. ഒരിക്കൽ പോലും വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണത്തെപ്പറ്റി മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അഭിനയത്തിൽ മറ്റൊരു തരത്തിൽ എത്തി നിൽക്കുകയാണ് മഞ്ജു വാര്യർ. രണ്ടാം വരവിൽ ആർജിച്ച ഊർജം കുതിപ്പിന് ഇന്ധനമായതോടെ വമ്പൻ ചിത്രങ്ങളുടെ ഭാഗമാകാൻ അവർക്ക് സാധിച്ചിരുന്നു. തമിഴിൽ ഉൾപ്പെടെ വലിയ ചിത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. സൂപ്പർ താരങ്ങളായ അജിത് കുമാർ, രജനീകാന്ത്, ധനുഷ്, വിജയ് സേതുപതി ഇങ്ങനെയുള്ള താരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. ഇപ്പോഴിതാ വിഷുവിന്റെ തലേന്ന് മഞ്ജു പങ്കുവച്ച ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെവിയിൽ പൂ ചൂടി ചിരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ തന്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. മിനിറ്റുകൾക്കകം ഫോട്ടോയും ക്യാപ്ഷനും ഉൾപ്പെടെ വൈറലായി. സന്തോഷം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു മഞ്ജു വാര്യരുടെ ക്യാപ്ഷൻ. ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നതിലും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അടുത്തിടെ ആരാധകർ മഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോവാൻ മഞ്ജുവിന് കഴിയട്ടെ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എളുപ്പമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പിന്നെ ആർക്കും നിങ്ങളുടെ സന്തോഷം തടയാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നായിരുന്നു മറ്റൊരു കമന്റ്. നേരത്തെ എമ്പുരാൻ പ്രൊമോഷൻ തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള ചിത്രങ്ങളും വൈറലായിരുന്നു. കറുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച് പ്രൈവറ്റ് ജെറ്റിൽ നിന്നും പുറത്തു വരുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് മഞ്ജു പങ്കുവച്ചത്. പിന്നാലെ നിരവധി പേർ കമന്റുമായി എത്തി. മഞ്ജു ചേച്ചി, നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു. ലൂസിഫറിൽ നിങ്ങളുടെ കഥാപാത്രത്തിന് അർഹമായ സ്പേസ് കിട്ടിയില്ലെന്നും നിഴലായി മാറിയെന്നും തോന്നിയിരുന്നു. പക്ഷേ എമ്പുരാനിൽ നിങ്ങൾ തിളങ്ങുകയാണ്. നിങ്ങളുടെ കഥാപാത്രത്തിന് ആഴവും വ്യക്തതയുമുണ്ട്. നിങ്ങളത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ശക്തമായിരുന്നു പ്രകടനമെന്നാണ് മറ്റു ചില കമന്റുകൾ. പ്രിയദർശിനി രാംദാസ്, എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ്. നിങ്ങളെ പോലെ ഈ കഥാപാത്രത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളില്ല. നിങ്ങൾ വിധം കരുത്തായിരിക്കുന്നു. മലയാളത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുവരവ് സിനിമകളെല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഇത് പഴയ മഞ്ജു വാര്യർ കഥാപാത്രങ്ങളുടെ സത്ത തിരികെ കൊണ്ടുവന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടു പോലെയായിരുന്നു. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു എന്നും മറ്റു ചിലർ പറയുന്നു. ഒപ്പം വ്യക്തിജീവിതത്തെ എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള നടി കൂടിയാണ് മഞ്ജു. ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല. മുൻപ് മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അടുത്തിടെ മീനാക്ഷി MBBS പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു. അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്. ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളുടെ ഏകമകളാണ് മീനാക്ഷി. മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത്. അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി. മഞ്ജു വാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഹവോൾഡാറിയോന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് നടി രണ്ടാമത് അഭിനയിച്ചത്. ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു. മഞ്ജുവിന്റെ വ്യക്തിജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. വളരെ ബാലിശമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഇത് ഉദ്ദേശിച്ചത് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല. ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും. അതിലില്ലെങ്കിൽ കഥയില്ലല്ലോ. എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത്. സിനിമയിൽ
കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത്. അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ഇരുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി. അതേസമയം തമിഴിൽ വിടുതലൈ 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാറനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ 2 പ്രധാന വേഷങ്ങളിൽ ഒന്നിലാണ് മഞ്ജു കൈകാര്യം ചെയ്തത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവിന്റെ അവസാനം റിലീസ് ചെയ്ത സിനിമ. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു സജീവം. വേട്ടയാനാണ് വിടുതലൈ 2 മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തികയുമാണ് ചിത്രത്തിലെ നായകന്മാർ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസായത്. മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തി. പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത്. ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്.